എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-25 വാക്യങ്ങൾ. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സേവിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ പറയുന്ന ഒരു പ്രത്യേക വാക്യഭാഗമാണല്ലോ നാം ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി വായിക്കുന്നത്. രണ്ട് യജമാനന്മാരും അപ്പോൾ തന്നെ സേവിക്കുന്നത് ഒരുവന്. അപ്പൊ രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിപ്പാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. ഒരുപോലെ പ്രസാദിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞു. എന്താണ് ഈ രണ്ട് യജമാനന്മാർ? ഒന്ന്, ദൈവം അഥവാ സൃഷ്ടാവായ ദൈവം, നമ്മുടെ ഉടയവനും ഉടമസ്ഥനുമായ ദൈവം, നമ്മെ നടത്തുന്നവനും സൂക്ഷിക്കുന്നവനുമായ ദൈവം, നമുക്ക് വേണ്ടി കരുതുന്നവനായ നമ്മുടെ ദൈവം, നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയ നമ്മുടെ കർത്താവ്. അതാണ് ഒരുവൻ, അത് ദൈവം. മറ്റൊന്ന് പറയുന്നത് മാമോൻ എന്നാണ്. മാമോന് പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അരാമ്യ പദത്തിൽ അതിന്റെ അർത്ഥം ധനം, ലാഭം എന്നൊക്കെ അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം സഹായിയായി ഭവിച്ച് നിയന്ത്രണം ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ സഹായിയാണെന്ന് നടിച്ച്, സഹായിക്കാമെന്ന് നടിച്ച് നിയന്ത്രണം ഏറ്റെടുക്കുക. അങ്ങനെയാണല്ലോ പിശാച് ചെയ്യുന്നത്. സഹായിക്കാം എന്ന് പറഞ്ഞ് അഭിനയിച്ച് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. ദൈവം പറഞ്ഞു, ഇവർ രണ്ടുപേരെ ഒരുമിച്ച് സേവിപ്പാൻ ഒരിക്കലും സാധ്യമല്ല. അതിന് മറ്റ് ഒന്നിന്റെ കാര്യങ്ങൾ കൂടെ കർത്താവ് പറഞ്ഞത് നാം ഓർക്കണം. ഇരു തോണിയിൽ കാല് ചവിട്ടി നിങ്ങൾക്ക് എത്ര നാൾ മുൻപോട്ട് പോകാൻ കഴിയും? ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ഇത് രണ്ടോടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല. ഇരു തോണിയിൽ നമുക്ക് കാല് വെച്ച് അധികം മുൻപോട്ട് പോകാൻ ഒക്കെയല്ല. എന്നാൽ കർത്താവ് വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, രണ്ട് യജമാനന്മാരെ നിങ്ങൾക്കൊരിക്കലും ഒരുപോലെ പ്രസാദിപ്പിച്ച് സേവിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ പോയിട്ടുള്ള പലരെയും നമുക്കറിയാം. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. അപ്പോൾ ദേമാസിൽ ആരംഭിച്ച ലോകസ്നേഹം ഒടുവിൽ കർത്താവിനെ വിട്ടുപോകാൻ കാരണമായി തീർന്നല്ലോ. അതാണ് രണ്ടുപേരെ ഒരുമിച്ച് സേവിപ്പാൻ കഴിയില്ല. ലേഖനങ്ങളിലൊക്കെ പൗലോസ് കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തെയും കർത്താവിനെയും ഒരുപോലെ നമുക്ക് ആരാധിപ്പാൻ സാധ്യമല്ല. തിരുമേശയുള്ള ബന്ധത്തിൽ പോലും പൗലോസിന് ലഭിച്ച വെളിപ്പാടനുസരിച്ച് പൗലോസ് പറയുന്നുണ്ട്, കർത്താവിന്റെ മേശമേലും ഭൂതങ്ങളുടെ മേശമേലും നിങ്ങൾക്ക് ഓഹരിക്കാരാൻ പാടില്ല. നിങ്ങൾ കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ വിളിയാൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു ഈ ധന്യകരമായ ഭാഗ്യകരമായ അനുഭവത്തിൽ കൊണ്ടുവന്ന് നിർത്തി. പൗലോസ് പറയുന്നത് പോലെ, പിൻപിലുള്ളതിനെ ഞാൻ മറന്നുകൊണ്ട് മുൻപിലുള്ളതിന് ആയിട്ട് ആഞ്ഞും കൊണ്ട് മുൻപോട്ട് പോകുന്നു. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആകയാൽ രണ്ടുപേരെ ഒരുപോലെ സേവിപ്പാൻ നമുക്ക് സാധ്യമല്ല.
കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കർത്താവിനെ മാത്രം സ്നേഹിച്ചും സേവിച്ചും പോകുവാൻ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.